പുരാതന കാലത്ത് അപ്സരസ്സുകളിൽ ഏറ്റവും സുന്ദരിയായിരുന്ന ഉർവശിയുടെ അഹങ്കാരം തീർക്കുവാൻ ബ്രഹ്മാവ് ജലത്തിൽ നിന്ന് സൃഷ്ടിച്ച സ്ത്രീയായിരുന്നു അഹല്യ. സൗന്ദര്യത്തിൻ്റെയും കുലീനതയുടെയും സാക്ഷാത്കാരമായിരുന്ന അഹല്യയെ പലരും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ആ കൂട്ടത്തിൽ ഇന്ദ്രദേവനും ഉണ്ടായിരുന്നു. അഹല്യയുടെ സൃഷ്ടിയിൽ വളരെയധികം അഭിമാനിച്ചിരുന്ന ബ്രഹ്മാവ് അവളെ ഗൗതമ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പഠനത്തിനായി അയച്ചു. പിന്നീട് അങ്ങോട്ടുള്ള അഹല്യയുടെ പഠനത്തിൽ ഒരു മികച്ച ഉപദേഷ്ടാവായും വഴികാട്ടിയുമായി ഗൗതമ മഹർഷി മാറി. കാലങ്ങൾ കടന്നുപോയി. അഹല്യ പഠനം പൂർത്തിയാക്കി ബ്രഹ്മലോകത്തിലേക്ക് മടങ്ങി. അഹല്യ തിരികെ എത്തി എന്നറിഞ്ഞ ഇന്ദ്രദേവൻ വിവാഹാലോചനയുമായി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. പക്ഷേ ബ്രഹ്മാവിന് അഹല്യയെ ധർമ്മവും നീതിബോധവുമുള്ള ജ്ഞാനിയായ ഒരാൾക്ക് വിവാഹം ചെയ്തു കൊടുക്കാനായിരുന്നു താൽപ്പര്യം. ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ അഹല്യയ്ക്ക് യോഗ്യനായി കണ്ടിരുന്നത് ഗൗതമ മഹർഷിയെ ആയിരുന്നു. അതുകൊണ്ട് നാരദൻ്റെ സഹായത്തോടെ ഇന്ദ്രനെ ഒഴിവാക്കാൻ വേണ്ടി ഒരു പദ്ധതി തയ്യാറാക്കി. അഹല്യയെ നേടാനുള്ള യോഗ്യതയായി ഒരു പരീക്ഷണത്തിനായി അവർ ഇന്ദ്രനെയും ഗൗതമ മഹർഷിയെയും ക്ഷണിച്ചു. പക്ഷേ വർഷങ്ങളായി സന്യാസ ജീവിതം നയിച്ചു വരികയായിരുന്ന ഗൗതമ മഹർഷിക്ക് അഹല്യയെ വിവാഹം കഴിക്കാൻ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല, അഹല്യ മഹർഷിയേക്കാൾ വളരെ ചെറുപ്പവും ആയിരുന്നു. പക്ഷേ ബ്രഹ്മാവ് മഹർഷിയെ ഇന്ദ്രനോടൊപ്പം ഈ പരീക്ഷണത്തിൽ പങ്കുചേരുവാൻ പ്രേരിപ്പിച്ചു. പരീക്ഷ ഇതായിരുന്നു: ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങി പ്രപഞ്ചനിധി എന്ന് തോന്നിക്കുന്ന എന്തെങ്കിലും അഹല്യയ്ക്കായി കൊണ്ടുവരണം. ഏറ്റവും യഥാർത്ഥമായ ഉപഹാരവുമായി ആരു മടങ്ങുന്നുവോ അവർക്ക് അഹല്യയെ വിവാഹം ചെയ്തു കൊടുക്കും എന്നായിരുന്നു തീരുമാനം. ഇത് കേട്ട ഉടനെ ഇന്ദ്രൻ വിലപ്പെട്ട വസ്തുക്കൾ തേടി യാത്ര തിരിച്ചു. സ്വർഗം, ഭൂമി, പാതാളം എന്നിവിടങ്ങളിൽ സഞ്ചരിച്ച് രത്നങ്ങളും ഏറ്റവും സുഗന്ധമുള്ള പൂക്കളും പുണ്യനദികളിൽ നിന്നുള്ള ജലങ്ങളും അങ്ങനെ പലതും ശേഖരിച്ചു. ഗൗതമ മുനിയാകട്ടെ വനത്തിൽ തിരികെ എത്തി തൻ്റെ പതിവ് ധ്യാനങ്ങളും മറ്റുമായി കഴിച്ചുകൂട്ടി. തിരികെ മടങ്ങുമ്പോൾ ദർഭപ്പുല്ലിൻ്റെ ഒരു കഷണം സൗമ്യമായി പറിച്ചെടുത്തു. ഇന്ദ്രൻ എത്തുന്നതിന് മുൻപ് തന്നെ ഗൗതമ മഹർഷി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി തൻ്റെ ഉപഹാരമായി ദർഭപ്പുല്ല് ബ്രഹ്മാവിന് സമർപ്പിച്ചു. പിന്നീടായിരുന്നു ഇന്ദ്രൻ്റെ വരവ്. ലോകത്തിലെ ഏറ്റവും അപൂർവമായ വസ്തുക്കളുമായി വന്ന ഇന്ദ്രൻ അതെല്ലാം അഭിമാനത്തോടെ ബ്രഹ്മാവിൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. സമ്മാനങ്ങളിൽ സൂക്ഷ്മമായി നോക്കിയ ബ്രഹ്മാവ്, ഇന്ദ്ര, നിന്റെ സമ്മാനങ്ങൾ എല്ലാം മഹത്തരമാണ്. എന്നാൽ അവയിൽ സത്യത്തിൻ്റെ മൂല്യമില്ല. ഈ ലോകത്തിലെ ഏറ്റവും താൽക്കാലികമാണ്. എന്നാൽ ഒരു പുൽക്കൊടി ശുദ്ധമായ മനസ്സോടും വിനയത്തോടും കൂടി സമർപ്പിക്കുമ്പോൾ ആഴമേറിയ സത്യത്തെ പ്രതിഫലിപ്പിക്കുവാൻ അതിന് കഴിയുന്നു. ഗൗതമൻ സമ്പത്ത് കൊണ്ട് ആകർഷിക്കാൻ ശ്രമിച്ചില്ല. സാധാരണമായ ഒന്ന് തിരഞ്ഞെടുത്തു. സത്യത്തിന് പ്രൗഢിയും ആവശ്യമില്ല എന്ന ശക്തമായ സന്ദേശം അതിനായുണ്ടായിരുന്നു. അങ്ങനെ പരീക്ഷണത്തിൽ വിജയിച്ച ഗൗതമ മഹർഷിക്ക് അഹല്യയെ വിവാഹം ചെയ്തു കൊടുത്തു. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അപ്പോഴും ഇന്ദ്രൻ അഹല്യയിൽ ഉണ്ടായിരുന്ന മോഹം അടങ്ങിയിരുന്നില്ല. ഒരു ദിവസം ഗൗതമ മഹർഷി വെളിയിൽ പോയിരുന്ന സമയം ഇന്ദ്രൻ ആശ്രമത്തിൽ അഹല്യയുടെ അടുത്ത് എത്തി. ഗൗതമ മഹർഷിയുടെ രൂപത്തിലായിരുന്നു എത്തിയിരുന്നത്. തൻ്റെ പാതിവ്രത്യത്തിൻ്റെ ശക്തിയിൽ ഇത് ഇന്ദ്രനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലായി. എങ്കിലും അവൾക്ക് ഇന്ദ്രനോട് താൽപ്പര്യം തോന്നി. അങ്ങനെ രണ്ടുപേരും അവരുടെ സ്വകാര്യ നിമിഷങ്ങൾ പങ്കുവച്ചു. ഈ സമയം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തിയ മഹർഷി തൻ്റെ ഭാര്യയുടെ കൂടെ മറ്റൊരു പുരുഷനെ കാണുന്നു. അത് ഇന്ദ്രനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. കോപാകുലനായ മഹർഷി ഇന്ദ്രനെ ശപിച്ചു. ഇന്ദ്ര, നിന്റെ ശരീരം മുഴുവൻ യോനികൾ ഉണ്ടാവട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ഇന്ദ്രൻ്റെ ശരീരം മുഴുവൻ യോനികൾ ഉണ്ടായി. അതുമായി കുറേ കാലം ഇന്ദ്രൻ അലഞ്ഞു. അത് കഴിഞ്ഞിട്ട് മഹാവിഷ്ണുവിൻ്റെയും മഹാദേവൻ്റെയും അടുത്ത് പ്രാർത്ഥിച്ച് തൻ്റെ ശാപത്തിൽ നിന്ന് മുക്തനായി. ഈ സമയം മഹർഷി അഹല്യയെ നോക്കിയപ്പോൾ അവൾ മനസ്സാലെ തൻ്റെ കുറ്റം സമ്മതിച്ച് തലകുനിച്ച് നിൽക്കുന്നു. മുനി അവളെയും ശപിച്ചു. നീ ഒരു കല്ലായി മാറട്ടെ എന്ന്. അവൾക്ക് ശാപമോക്ഷവും നൽകി. ത്രേതായുഗത്തിൽ ശ്രീരാമദേവൻ്റെ
പാദം നിന്റെ മേൽ സ്പർശിക്കുമ്പോൾ വീണ്ടും നിനക്ക് ശാപമോക്ഷം ലഭിക്കുമെന്ന്. അതുപോലെ തന്നെ അഹല്യയുടെ മേൽ ഭഗവാന്റെ പാദം പതിഞ്ഞപ്പോൾ ആശ്രമം പുനർജനിച്ചു.